ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുരേഷ് ഏട്ടൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയെ പറ്റി പറയാനാണ്. അതിന് നമ്മുടെ കൂടെ ആരാന്നറിയോ? നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട സുമേഷ് ഏട്ടനും സുരേഷ് ഏട്ടനും സുമലതയും രാജേഷേട്ടാ ആൻഡ് ചിത്ര ചേച്ചി, വെൽക്കം ടു ഷോ. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു? ഈ ചോദ്യം ഫ്രഷാ, ആരും ചോദിച്ചിട്ടില്ല. ആദ്യമേ വേണ്ട, ആദ്യം എന്റെ ഇത് പോയി, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചെന്നാ, ഇത് ആരും ചോദിക്കാത്ത ചോദ്യമാണ് എന്ന്. പ്രശ്നമില്ല, ഇത് ആരും ചോദിച്ചില്ല. നമുക്ക് സുഖാണെന്ന്. സുഖാണോ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. മനസ്സ് നിറഞ്ഞു. ഓ, എനിക്ക് സന്തോഷമായി, ഒരാളെങ്കിലും ചോദിച്ചല്ലോ എന്നൊക്കെ. ഇനി നമുക്ക് മൂവിന്റെ പറ്റി ചോദിക്കാം. 16-ാം തീയതി തിയേറ്ററിൽ വരുക. എന്നെ മൂവിനെ പറ്റി പറയാനുള്ള വിശേഷം? മൂവി ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിരിക്കും. പിന്നെ സുരേഷിനെയും സുമലതയും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമെന്നതാണ് കേസ് കൊണ്ട്. ഇതില് എന്താ, അവരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിലെ ലെങ്തിൽ അവരെ കണ്ടിരിക്കാൻ എല്ലാവരും തയ്യാറാവുക, റെഡി ആവുക. അതെ, കണ്ടങ്ങ് തകർത്തോളാനല്ലേ, ഞങ്ങളവിടെ തകർക്കുവാണെന്ന് നമ്മളിങ്ങനെ പൂത്തുലയുന്നുണ്ട്. ഒന്ന് കാണാൻ വേണ്ടിട്ട് അത് പറയാം. എന്നാത്തും കേസ് കൊടുക്കുന്നത് മൂവിക്ക് ശേഷം ചാക്കോച്ചൻ, ഡെഫിനറ്റ്ലി ചാക്കോച്ചൻ്റെ അഭിനയം നമ്മൾ ഒത്തിരി എല്ലാവരും ഭയങ്കരമായിട്ട് നമുക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുഞ്ചാക്കോനെ ഞാൻ കണ്ടില്ല എന്ന്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ 2 ക്യാരക്ടർ, അതേ സുരേഷനും സുമലതയോ, അതോടുകൂടി വൈറലായി. അവിടുന്ന് ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങളുടെ കഥ വെച്ചിട്ട് എടുക്കുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു വഴിയിലോട്ട് വന്നേ? ഇത് ഈ സിനിമ ഇറങ്ങി, സിനിമ ഹിറ്റായി. അതിന്റെ കൂടെ തന്നെ നമ്മളെ ക്യാരക്ടേഴ്സിനെയും കൂടി ആൾക്കാർ ഒന്ന് ഇഷ്ടപ്പെട്ടു. കുറച്ച് റീൽസ് ഒക്കെ വന്നു, കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് മറ്റേ ഇവരുടെ കഥകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കമന്റിലൊക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം. ആ ടൈമിൽ, ആ ജോലി ടൈമിലാണ് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരം ഇരുന്നിട്ട് രതീഷേട്ടനൊക്കെ പറഞ്ഞു, നമുക്ക് ഇതിന് ഒരു സ്പിൻ ഓഫ് ചെയ്തൂടെ? ജെക്കെയും രതീഷേട്ടനും വിവേകാർഷനും ഒക്കെ കൂടെ ഇരിക്കുന്ന സമയത്താണ്, നമുക്ക് ഇതിനൊരു സ്പിൻ ഓഫ് ചെയ്തൂടെ എന്ന് പറഞ്ഞു. ചെയ്യാം, നല്ല രസമല്ലേ, അതൊരു ഫൺ ടോക്കാണെന്ന് വിചാരിച്ചിട്ട് അന്ന് അങ്ങനെ വിട്ടാ. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ അജിത്തേട്ടനും മാനുവേട്ടനും വിളിച്ചു, നമ്മള് പടം തുടങ്ങാൻ പോവാണ്, ഡേറ്റ് ഇന്നതാണ്, എങ്ങനെ ഓക്കെ അല്ലേ? സീരിയസ് ആയി ഇത്. ചിത്രനെ അത് കഴിഞ്ഞിട്ടാണ് ചിത്രനെ വിളിച്ചത് പ്രൊഡ്യൂസേഴ്സ്. എന്നെ വിളിച്ച കഥയെ പറയണ്ടല്ലേ? സത്യം പറഞ്ഞ കുറച്ചൊന്ന് റിലേ പോയി ഇങ്ങനെ ഇരുന്നു. ഇപ്പൊ നേരത്തെ പോലെ എന്താണ് പറഞ്ഞത് വിളിച്ചിട്ട്? പിന്നെ എന്നെ രതീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഒരു 2 മാസം ഫ്രീ, ഈ വരുന്ന 2 മാസം ഒന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലുണ്ട്, ഞാൻ ഓൾറെഡി എല്ലാ മാസവും ഫ്രീ തന്നെയാണ് എല്ലാ കാര്യം. അപ്പൊ പിന്നെ അടുത്ത 2 ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അജിത്തേട്ടനും ഇമ്മാനുവേലേട്ടനും വിളിച്ചു. അത് അവരാണ് വിളിക്കുന്നതെന്നപ്പോ എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആരോ പറ്റിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ രതീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറയുമ്പോ അത് എന്തോ കാര്യമായിട്ടുള്ള തന്നെയാ സംസാരിക്കുന്നത്. ഡൗട്ട് അല്ല, രതീഷേട്ടൻ പറയുമ്പോ രതീഷേട്ടൻ സംസാരിക്കുമ്പോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് സീരിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ നായികാന്ന് കൂടി അറിഞ്ഞപ്പോ ഒരു കിട്ടുണ്ണിയേട്ടനായി പോയി. ഞാൻ പറഞ്ഞു, എന്റെ അവസ്ഥ ആരോട് പറഞ്ഞാലും അത് അവസ്ഥ തന്നെയാണല്ലോ. അപ്പൊ കിട്ടുണ്ണിയേട്ടന്റെ സെയിം അവസ്ഥയായി പോയി എന്റെ. പിന്നെ ഇതിപ്പോ പറയുമ്പോ ചിരിക്കുന്ന, അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ, പേടി, സന്തോഷം, ഇതെല്ലാം ഉള്ളൊരു അവസ്ഥ. അപ്പൊ അച്ഛനും അമ്മയും അപ്പുറം ഉണ്ട്, എന്റെ അടുത്തുണ്ട്. പക്ഷെ അവര് വിചാരിക്കുന്നത് അപ്പൊ പിന്നെ ആരോ മരിച്ചു, അങ്ങനെയുള്ള ഒരു കോളാ വന്നിട്ടുണ്ടെന്നാ വിചാരിച്ചത്. അപ്പൊ മുഖത്തെ എക്സ്പ്രഷൻ എന്തോ സങ്കടമോ? അങ്ങനെയല്ല, ടെൻഷൻ അല്ലേ, ടെൻഷൻ അടിച്ചിങ്ങനെ ഇങ്ങനെ എന്നെ പിടിക്കുന്നെല്ലാം പറഞ്ഞില്ല, അങ്ങനെ ഇതെന്തോ പറ്റിപ്പോയി എന്നുള്ള രീതിയിലേ പെട്ടെന്ന് കുറച്ചൊരു 2 മിനിറ്റത്തേക്കുള്ള ഒരു സംഭവം ഒന്ന് ബ്ലാങ്ക് ആയി പോയി. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതേ സിനിമ. അന്നേരവും ഞാൻ അറിയുന്നില്ല ഈ 2 ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവിയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നില്ല.